നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിലൂടെ നാം കാണുന്നത് 2025 മാർച്ച് മാസം നടന്ന ചില പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അതിന്റെ ആദ്യത്തെ പാർട്ട് വീഡിയോയാണ് ഇന്ന് നാം കാണുക. ആദ്യം പറയാനുള്ളത് സംസ്ഥാനത്ത് നിലവിൽ വന്ന PSC മ്യൂസിയത്തെ കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് ഒരു PSC മ്യൂസിയം വരുന്നത്. അത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ആദ്യമായിട്ടൊരു PSC മ്യൂസിയം വരുന്നത്. അപ്പോൾ കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സംസ്ഥാന PSC മ്യൂസിയം വരുന്നത്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് സംസ്ഥാനങ്ങളിൽ, ഓരോ സംസ്ഥാനങ്ങളിലും PSC മ്യൂസിയം ഉണ്ടായിരിക്കുമല്ലോ. ഇനി സംസ്ഥാനത്ത് PSC ഇല്ലാത്തടത്ത് ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഉള്ളതും നമുക്കറിയാം. അപ്പൊ അത് പ്രകാരം ആദ്യമായിട്ടൊരു സംസ്ഥാനത്ത് PSC മ്യൂസിയം വരുന്നത് കേരളത്തിലാണ്. അതേസമയം UPSCക്ക്, അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന് ഡൽഹിയിൽ അവർക്ക് എന്തുണ്ട്, മ്യൂസിയം ഉള്ള കാര്യം നിങ്ങൾക്കറിയാമായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് സംസ്ഥാന PSCയുമായി ബന്ധപ്പെട്ട് ആദ്യ PSC മ്യൂസിയം കേരളത്തിലാണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് ചോദിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇനി കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആസ്ഥാനമായ തിരുവനന്തപുരം പട്ടത്ത് തുളസി ഹിൽസിലാണ് ഈ മ്യൂസിയം ഒരുക്കിയിട്ടുള്ളതെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്താണ് പട്ടം. തിരുവനന്തപുരം പട്ടത്ത് തുളസി ഹിൽസിലാണ്. ഇനി നമുക്കറിയാം, ഭരണഘടനാ സ്ഥാപനമാണ് PSC, പബ്ലിക് സർവീസ് കമ്മീഷൻ. ആർട്ടിക്കിൾ 315 പ്രകാരമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. അത് കേന്ദ്ര പബ്ലിക് സർവീസ് കമ്മീഷൻ ആയാലും സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ആയാലും ആർട്ടിക്കിൾ 315 തന്നെയാണ് പ്രതിപാദിക്കുക. അതേസമയം ആർട്ടിക്കിൾ 320 പ്രതിപാദിക്കുന്നത് അവരുടെ കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫംഗ്ഷനെ കുറിച്ചാണ്. PSCയുടെ ഫംഗ്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 320. അപ്പൊ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 315. ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ് PSCയെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുക. അപ്പൊ അത് ഏത് പാർട്ടിലാണ് വരിക? പാർട്ട് 14 ഭരണഘടനയിൽ ആകെ 25 പാർട്ടാണ് നിലവിലുള്ളത് നമുക്കറിയാം. അതിൽ പാർട്ട് 14 പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ഏത് ആർട്ടിക്കിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 315 ആണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി എന്നാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നത്? നമുക്കറിയാം 1956 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയത്. എന്നാൽ ഇതിനു മുമ്പ് 1936 തന്നെ തിരുവിതാംകൂറിൽ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരുന്നു. അത് തിരുക്കൊച്ചി സംയോജനം 1949 ജൂലൈ 1 നടന്നപ്പോൾ 1949 അത് തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷനായിട്ട് മാറി. പിന്നീട് 1956 അത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനായിട്ട് മാറിയത്. അപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ചത് 1956 കണ്ടു. അതിന്റെ മുൻഗാമിയാണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ. 1936 രൂപീകരിച്ചത്. 1949 അത് തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷനായിട്ട് മാറി. അപ്പൊ 1936 ആരായിരുന്നു ആദ്യത്തെ അധ്യക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീ GD നോക്സ് ആയിരുന്നു. ശ്രീ GD നോക്സ് ആയിരുന്നു 1936 ആദ്യത്തെ അധ്യക്ഷൻ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ. അത് പിന്നീട് 1949 തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷനായി മാറി. അന്ന് ആരായിരുന്നു അധ്യക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീ C കുഞ്ഞിരാമനാണ്. C കുഞ്ഞിരാമനായിരുന്നു അന്ന് അധ്യക്ഷൻ. 1956 ആദ്യത്തെ അധ്യക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീ VK വേലായുധനാണ്. ശ്രീ VK വേലായുധൻ. എന്നാൽ ഇന്ന് നിലവിൽ ആരാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീ MR ബൈജു സാറാണ്. ശ്രീ MR ബൈജു ആണ് നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അധ്യക്ഷൻ എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്ത് നാം കാണുന്നത് 2025 പ്രഖ്യാപിച്ച കടമ്മനിട്ട പുരസ്കാരമാണ്. കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ നൽകുന്ന കടമ്മനിട്ട പുരസ്കാരം 2025 നേടിയത് ഡോക്ടർ M ലീലാവതിയാണ്. ഡോക്ടർ M ലീലാവതിക്കാണ് 2025 നൽകിയ കടമ്മനിട്ട പുരസ്കാരമെന്ന് മനസ്സിലാക്കി വെക്കുക. ഡോക്ടർ M ലീലാവതിയുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം. ധ്വനിപ്രയാണം ആരുടെ ആത്മകഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് M ലീലാവതിയുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം. അതേസമയം M ലീലാവതിയുടെ മറ്റ് പ്രശസ്തമായ കൃതികളാണ് വർണ്ണരാജി, കവിതാധ്വനി. വർണ്ണരാജി, കവിതാധ്വനി ആരുടെ കൃതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ M ലീലാവതിയുടെ കൃതിയാണ്. ഇപ്പൊ ലീലാവതിയുടെ ആത്മകഥയാണ് ധ്വനി പ്രയാണം. അപ്പൊ കടമ്മനിട്ട പുരസ്കാരം 2025 നേടിയത് ഡോക്ടർ M ലീലാവതിയാണ്. നമ്മൾ കടമ്മനിട്ട രാമകൃഷ്ണനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ കടമ്മനിട്ട എന്ന സ്ഥലം പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ടയിലാണ് കടമ്മനിട്ട. പടയണിക്ക് പ്രസിദ്ധമായ ഒരു സ്ഥലം കൂടിയാണ് കടമ്മനിട്ട എന്ന് നമുക്കറിയാം. അപ്പൊ പടയണിക്ക് പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്
കടമ്മനിട്ട. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു. അപ്പൊ മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു ആരുടെ കൃതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കടമ്മനിട്ട രാമകൃഷ്ണന്റെ കൃതിയാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത് നമ്മൾ പോകുന്നത് 2024-25 രഞ്ജി ട്രോഫി മത്സരങ്ങളാണ്. ഇത് PSC ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണ്. PSC മ്യൂസിയം ആയാലും ഈ രഞ്ജി ട്രോഫി പുരസ്കാരമായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. 2024-25 രഞ്ജി ട്രോഫി എന്താണ് ഇതിന്റെ പ്രത്യേകത? വേറൊന്നുമല്ല, കേരളമാണ് ഫൈനലിലെത്തിയത്. കേരളം ആദ്യമായിട്ടാണ് രഞ്ജി ട്രോഫി ഫൈനലിൽ എത്തിയതെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. രഞ്ജി ട്രോഫി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. രഞ്ജി ട്രോഫി ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. അതായത് ഇന്ത്യക്കകത്തെ സംസ്ഥാനങ്ങളോ അല്ലെങ്കിൽ വിവിധ ടീമുകൾ പങ്കെടുക്കുന്ന ഒരു മത്സരമാണ് രഞ്ജി ട്രോഫി മത്സരം. അപ്പൊ ഇതിന്റെ 2024-25 സീസന്റെ ഫൈനൽ മത്സരം നടന്നു ചോദിച്ചു കഴിഞ്ഞാൽ നാഗ്പൂരാണ്. നാഗ്പൂരിൽ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ ഗ്രൗണ്ടിലാണ് ഫൈനൽ മത്സരം നടന്നത്. അപ്പൊ ഏറ്റവും വലിയ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ കേരളം ആദ്യമായിട്ടാണ് രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ എത്തുന്നത്. അപ്പൊ കേരളം ആദ്യമായിട്ട് രഞ്ജി ട്രോഫി ഫൈനലിൽ എത്തിയ സീസൺ ചോദിച്ചു കഴിഞ്ഞാൽ 2024-25. എന്നാൽ ഫൈനൽ മത്സരം സമനിലയിലാവുകയാണ് ചെയ്തത്. ഒന്നാം ഇന്നിംഗ്സ് ലീഡിന്റെ അടിസ്ഥാനത്തിൽ വിജയിച്ച ടീം ചോദിച്ചു കഴിഞ്ഞാൽ അത് വിദർഭയാണ്. വിജയിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ വിദർഭയാണ്. ഇത് വിദർഭയുടെ മൂന്നാമത്തെ കിരീടമാണ്. വിദർഭയുടെ മൂന്നാമത്തെ കിരീടമാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. വിദർഭയുടെ ക്യാപ്റ്റൻ ആയിരുന്നു അക്ഷയ് വട്കർ. അക്ഷയ് വട്കർ ആയിരുന്നു വിദർഭയുടെ ക്യാപ്റ്റൻ. അതേസമയം കേരളം ഇതാദ്യമായിട്ടാണ് ഫൈനലിലെത്തുന്നത്. ക്യാപ്റ്റൻ ചോദിച്ചു കഴിഞ്ഞാൽ സച്ചിൻ ബേബി. കേരളത്തിന്റെ ക്യാപ്റ്റൻ ചോദിച്ചു കഴിഞ്ഞാൽ സച്ചിൻ ബേബി. അതേസമയം ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ച്, ഫൈനലിലെ മികച്ച താരം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡാനിഷ് മലേവർ ആണ്. ഡാനിഷ് മലേവർ ഇദ്ദേഹം ഒരു വിദർഭയുടെ താരം തന്നെയാണ്. ഡാനിഷ് മലേവർ വിദർഭ താരം. അതേസമയം ആ സീരീസിന്റെ അതായത് രഞ്ജി ട്രോഫി മൊത്തത്തിൽ പരിഗണിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച താരം പ്ലെയർ ഓഫ് ദ സീരീസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹർഷ് ദുബെ ആണ്. ഹർഷ് ദുബെ ഇദ്ദേഹവും വിദർഭയുടെ താരമാണ്. ഇവർ രണ്ടുപേരും വിദർഭയുടെ താരങ്ങളാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഹർഷ് ദുബെയുടെ പ്രത്യേകത ഇദ്ദേഹത്തിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് കിട്ടിയത്. അപ്പൊ ഏറ്റവും കൂടുതൽ വിക്കറ്റ് കിട്ടിയ പ്ലെയർ ചോദിച്ചാലും ഹർഷ് ദുബെയാണ്. അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദ സീരീസ്, ഈ ടൂർണമെന്റിന്റെ താരം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ആദ്യമായിട്ട് കേരളം ഫൈനലിലെത്തിയ രഞ്ജി ട്രോഫി ചോദിച്ചു കഴിഞ്ഞാൽ അത് 2024-25 രഞ്ജി ട്രോഫിയാണ്. ഇനി അടുത്ത് പ്രശസ്തരായ 2 വ്യക്തികൾ ഈ വർഷം വിടവാങ്ങുകയുണ്ടായി. 2 ഡോക്ടർമാരാണ്. അവർ ആരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ആള് ജോർജ് പി എബ്രഹാം. ഡോക്ടർ ജോർജ് പി എബ്രഹാം. ഇദ്ദേഹം ഒരു യൂറോളജിസ്റ്റ് ആണ്. ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള ഡോക്ടറാണ് ഇദ്ദേഹം. സംസ്ഥാനത്ത് ഏറ്റവും അധികം ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ഡോക്ടർ ജോർജ് പി എബ്രഹാം. ഇദ്ദേഹം 2025 അന്തരിച്ചു എന്ന കാര്യം കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത രണ്ടാമത്തെ വ്യക്തി ഡോക്ടർ KM ചെറിയാനാണ്. ഇദ്ദേഹം 2025 ജനുവരി 25 അന്തരിച്ചത്. അപ്പൊ ഇദ്ദേഹം ഒരു ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനാണ്. അപ്പൊ ഈ 2 പ്രമുഖരായിട്ടുള്ള ഡോക്ടർമാർ അന്തരിച്ചത് കൊണ്ട് തന്നെ ഇവരെ കുറിച്ചുള്ള ചോദ്യം നമ്മൾ കരുതിയിരിക്കേണ്ടതാണ്. ജോർജ് പി എബ്രഹാം ചോദിച്ചു കഴിഞ്ഞാൽ യൂറോളജിസ്റ്റ് ആണ്. വൃക്ക മാറ്റിവെക്കൽ നടത്തിയ ഏറ്റവും അധികം സംസ്ഥാനത്ത് നടത്തിയ ഡോക്ടറാണ് ജോർജ് പി എബ്രഹാം. അതേസമയം KM ചെറിയാൻ ചോദിച്ചു കഴിഞ്ഞാൽ കാർഡിയോളജിസ്റ്റ് ആണ്, ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ. അദ്ദേഹത്തിന്റെ ചോദിക്കാനുള്ള മറ്റ് 2 പ്രസിദ്ധീകരണങ്ങളാണ്. ഒന്ന് ജീവചരിത്രം. ഇദ്ദേഹത്തെ കുറിച്ച് മറ്റൊരാൾ എഴുതുന്നതിനെയാണ് നമ്മൾ ജീവചരിത്രം എന്ന് പറയുക, ബയോഗ്രഫി. അതേസമയം അദ്ദേഹം സ്വന്തം ജീവിതം സ്വന്തമായിട്ട് എഴുതുന്നതിനെ ഓട്ടോബയോഗ്രഫി അഥവാ ആത്മകഥ എന്ന് പറയും. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ചുള്ള ജീവചരിത്രമാണ് ദൈവത്തിന്റെ കൈ. ദൈവത്തിന്റെ കൈ ആരെക്കുറിച്ചുള്ള ജീവചരിത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടർ KM ചെറിയാന്റെ ജീവചരിത്രമാണ്. രചയിതാവ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയ M മേനോൻ. പ്രിയ M മേനോൻ ഡോക്ടർ KM ചെറിയാനെ കുറിച്ച് രചിച്ച കൃതിയാണ് ദൈവത്തിന്റെ കൈ. അതേസമയം അദ്ദേഹത്തിന്റെ ആത്മകഥ ചോദിച്ചു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ആൻ ഇൻസ്ട്രുമെന്റ്, റിഫ്ലക്ഷൻസ് അറ്റ് 82 ഓൺ ലിവിംഗ് ലൈഫ് ഫുള്ളി, ഫേസിംഗ് ചാലഞ്ചസ്, സെർവിംഗ് ആൻഡ് സെലിബ്രേറ്റിംഗ്. ഇതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. അപ്പോൾ ഒന്നുമില്ലെങ്കിലും ജസ്റ്റ് ആൻ ഇൻസ്ട്രുമെന്റ് എന്നത് ഒന്നെങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കുക. ജസ്റ്റ് ആൻ ഇൻസ്ട്രുമെന്റ് ആണ് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇതാണ് ഡോക്ടർ KM ചെറിയാനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട 1-2 ഡോക്ടർമാരുണ്ട്. ഒന്ന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം. നമുക്കറിയാം സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ഡോക്ടർ
ജോസ് ചാക്കോ പെരിയപുരം. അദ്ദേഹത്തിന് ഇത്തവണ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരത്തിന് 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ നമ്മൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു ഡോക്ടറിന്റെ പേരാണ് ഡോക്ടർ ദുവർ നാഗേശ്വര റെഡ്ഡി. ആരാണ് ഇദ്ദേഹം? 2025 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ ഡോക്ടറാണ് ദുവർ നാഗേശ്വര റെഡ്ഡി. ഇദ്ദേഹത്തിന്റെ വിഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാസ്ട്രോ എൻറ്റീരിയോളജിസ്റ്റ് ആണ് ഇദ്ദേഹം എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ പുരസ്കാരം 2025 ലഭിച്ചു. ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 3 പത്മ പുരസ്കാരങ്ങളും, അതായത് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഈ 3 പുരസ്കാരങ്ങളും ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ഡോക്ടറാണ് ഇദ്ദേഹം. ഇന്ത്യക്കാരനായ ആദ്യ ഡോക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ അത് ദുവർ നാഗേശ്വർ റെഡ്ഡിയാണ്. അപ്പൊ ഇന്ന് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നാം മാർച്ച് മാസത്തെ ചില പ്രത്യേകതകളാണ് കണ്ടത്. സംസ്ഥാന PSC മ്യൂസിയം നിലവിൽ വന്നത് കേരളത്തിലാണ്, ആദ്യത്തെയാണ്. കടമ്മനിട്ട പുരസ്കാരം 2025 നേടിയത് ഡോക്ടർ M ലീലാവതിയാണെന്ന് നമ്മൾ കണ്ടു. പിന്നെ രഞ്ജി ട്രോഫി വിജയിച്ചത് വിദർഭ, പരാജയപ്പെട്ടത് കേരളമാണ്. ഫൈനലിൽ എത്തുന്നത് കേരളം ആദ്യമായിട്ടാണെന്നും നമ്മൾ പറഞ്ഞു. പിന്നെ വിടവാങ്ങിയ 2 ഡോക്ടർമാരെയാണ് കണ്ടത്. ജോർജ് P എബ്രഹാം, ഇദ്ദേഹം ഒരു യൂറോളജിസ്റ്റ് ആണ്. ഏറ്റവും കൂടുതൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതും ഇദ്ദേഹമാണ്. രണ്ടാമത് മരണപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ KM ചെറിയാൻ. അദ്ദേഹത്തിന്റെ ജീവചരിത്രവും ആത്മകഥയും നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.